വിശദമായ വാർത്തകളിലേക്ക്. വനിതാ സംവരണ ബിൽ പാസ്സാകുന്നത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിക്കും. സംസ്ഥാനങ്ങളിൽ 815 സീറ്റും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 35 സീറ്റുകളുമാണ് ഉണ്ടാകുക. കരട് ബില്ല് എംപിമാർക്ക് കൈമാറി. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. തൗഫീഖ്, പുറത്തുവന്ന പകർപ്പിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വനിതാ സംവരണ ബില്ലിൽ? വിനീഷ, അല്പസമയം മുമ്പാണ് വനിതാ ബില്ലിന്റെ കരട് എംപിമാർക്ക് കൈമാറിയത്. നേരത്തെ ഈ ബില്ലുകൾ നൽകുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബില്ലുകൾ എംപിമാർക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത്. 16, 17, 18 തീയതികളിലാണ് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുക. അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ എംപിമാർക്ക് ഈ ബില്ലിന്റെ ഡ്രാഫ്റ്റ് ബില്ലിന്റെ പകർപ്പ് കൈമാറിയിരിക്കുന്നത്. 815 സീറ്റുകൾ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 35 സീറ്റുകളുമായിരിക്കും ഇനി വനിതാ ബില്ല് പാസ്സായാൽ ഉണ്ടാവുക. അതായത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയരും. 543 നിന്നും 850 വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വനിതാ ബില്ല് പാസ്സായാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ പാസ്സാവുന്നതിന് പിന്നാലെ ഈ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്നു. കാരണം ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, പകരം സംവരണം നടപ്പിലാക്കുകയാണെങ്കിൽ നിലവിലുള്ള 543 സീറ്റുകളിൽ എന്തുകൊണ്ടാണ് സംവരണം നടപ്പിലാക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ചോദിച്ചത്. എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള മറുപടിയും നൽകിയിരുന്നില്ല. പകരം ഇപ്പോൾ പുറത്തു വന്ന ഈ ബില്ലിൽ നിന്ന് വ്യക്തമാകുന്നത് 850 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയരുമെന്നാണ്. അതോടൊപ്പം തന്നെ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ മണ്ഡല പുനർവിഭജനവുമായി ബന്ധപ്പെട്ടാണ്. ഈ മണ്ഡല പുനർവിഭജനത്തിനായിട്ട് ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ രൂപീകരിക്കുമെന്ന് കൂടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ആയിരിക്കും ഇനി ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. ആ കമ്മിറ്റി ആയിരിക്കും ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക എന്നുകൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ബില്ലിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായിട്ട് ഈ ബില്ലിൽ പാർലമെന്റിൽ 3 ദിവസമായിരിക്കും ചർച്ച നടക്കുക. അതിനുശേഷമായിരിക്കും ഈ ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയുള്ളൂ. എതിർപ്പ് ഇതിനോടകം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വനിതാ സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, പകരം ഇത്തരത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സർവകക്ഷി യോഗം വിളിച്ച് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ കടന്നാൽ മതി എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതെല്ലാം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ്. പകരം ഈ നിശ്ചയിച്ച പോലെ 16, 17, 18 തീയതികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മണ്ഡല പുനർനിർണയത്തെ എതിർത്തുകൊണ്ട് പല സംസ്ഥാനങ്ങളും രംഗത്ത് വന്നിട്ടുണ്ടല്ലോ തൗഫീഖ്, തമിഴ്നാടടക്കം. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ മണ്ഡല പുനർനിർണയം നടത്തിയതിനു ശേഷമായിരിക്കും ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു വർധനയുടെ കാര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുക. അതിൻ്റെ ഒരു എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എംപിമാർ പറഞ്ഞത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്താണ് ഇതിലൊരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകണമെന്നാണ് നിരന്തരം പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിലൊരു മറുപടി നൽകിയിട്ടില്ല. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ആ യോഗം പോലും കേന്ദ്ര സർക്കാർ ഇതുവരെയും വിളിച്ചിട്ടില്ല. അതിന് പകരമായി മറ്റന്നാളാണ് ഈ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയ്ക്കായി എത്തുക, ചർച്ചയ്ക്കായി എത്തുക. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബില്ലുകളുടെ കോപ്പി എംപിമാർക്ക് നൽകിയിരിക്കുന്നത്. ഇത് വിശദമായിട്ട് തന്നെ പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ ഈ ബില്ലിൽ ഉണ്ടെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനം എന്താണ് കേന്ദ്ര സർക്കാർ അതിലൂടെ ഉദ്ദേശം വെക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം ഈ വനിതാ ബില്ല് പാസ്സാക്കുന്നതിനെതിരെയല്ല, സംവരണം നടപ്പാക്കുന്നതിനെതിരെയല്ല, പകരം ഈ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ അവ്യക്തതകൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് ഇതുവരെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പകരം ഇനിയിപ്പോൾ വരുന്ന 3 ദിവസം ഈ ബില്ലിൽ വിശദമായിട്ടുള്ള ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ബില്ല് പാസ്സാക്കുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക. ശരി, വനിതാ സംവരണ ബില്ലിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. 150 സീറ്റുകളായി ലോക്സഭാ സീറ്റുകളായി വർദ്ധിപ്പിക്കാനാണ് ബില്ലിൽ നിർദ്ദേശമുള്ളത്. ഇക്കാര്യമാണ് പകർപ്പിലൂടെ, കരടിലൂടെ എംപിമാരെ അറിയിച്ചിട്ടുള്ളതും. പ്രതിപക്ഷ എംപിമാരെല്ലാം ഓൾറെഡി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ഇതുമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്.